का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए अंजाम पतीरा मूवी के सीन 4 का रिएक्शन। मैं अभी वो किलर को देखना चाहता हूँ या फिर उस चीज़ के अराउंड कुछ और सोचना चाहता हूँ, बिकॉज हर मूवी में थोड़ा सा ऐसा लगता है कि भाई कहीं ना कहीं कुछ हिंट हमें दिए जाते हैं, बताए जाते हैं, बट यहाँ पे तो कुछ बताया ही नहीं जा रहा है। लाइक मूवी कितनी सारी खत्म हो चुकी है पर अभी तक कुछ हिंट ही नहीं मिल रही। सच में यार, इतनी बड़ी उन्होंने मीटिंग ऑर्गेनाइज की थी, सबको इतना अलर्ट किया था, सब कुछ, उसके बावजूद भी उनको लेके चले गए। तो देखते हैं इसमें क्या होगा। तो आप भी देखो, देखते हैं। लेट्स स्टार्ट। Catherine, situation is getting really out of control. ഇപ്പൊ ഈ നഷ്ടപ്പെട്ടതടക്കം മൂന്നാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ പോൾസൺ മിസ് ഇൻസിഡന്റ് ഐഡിയ തന്നെ ആയിരുന്നില്ലേ? ഒക്കെ പോരാഞ്ഞിട്ട് അവരിപ്പോ പോലീസിന്റെ വയർലെസ്സും ഹാക്ക് ചെയ്തിരിക്കുന്നു. തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പോലീസ് ഓഫീസേഴ്സിനെ കൊടുത്താൽ മതി. മേലുദ്യോഗസ്ഥന്മാരോടും നാട്ടുകാരോടും സമാധാനം പറയേണ്ടത് ഞാനിപ്പോ പത്രക്കാരെ കാണാൻ പോകുന്ന വഴിയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. तो गालियां देने से अच्छा खुद भी कुछ कर लो। कितना बुरा लगता है। और वो बेचारी तो ट्राई कर ही रही है। She is doing her best. मूड बहुत खराब है मैम का। പോലീസ് വയർലെസ് ഹെഡ്സ് ഒന്നും മിസ്സായിട്ടില്ല. ബട്ട് ഹൗ കുഡ് ഹി? മാം സെറ്റ് സംഘടിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കേടായ ഇതിൽ സെറ്റ് റിപ്പയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ യു ക്യാൻ നമ്മുടെ സീക്രട്ട് ഫ്രീക്വൻസി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിക്കോസ് വി ആർ അണ്ടർ സൈബർ അറ്റാക്ക്, ഏത് പോലീസ് സ്റ്റേഷനിൽ ഫോൺ കോൾ ടാപ്പ് ചെയ്താലും അല്ലെങ്കിൽ ഇമെയിൽ ഹാക്ക് ചെയ്താലും സംഘടിപ്പിക്കാം. പീസ് ഓഫ് കേക്ക്. ഈ വീഡിയോ ഒരു കാര്യം ഉറപ്പാണ്, അയാൾ ഒറ്റയ്ക്കല്ല. The killer has an accomplice. Yes, जो हेलो बोलता है. എന്തെങ്കിലും ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയല്ല അവര് ഇരകളെ കൊണ്ടുപോയിരിക്കുന്നത്. എനിക്കറിയില്ല അവരെന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തതെന്ന്. ഈ നീതി ദേവത സീരിയൽ കില്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമുക്ക് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. DCP കാതറിൻ മരിയയുടെ ഡ്രൈവർ പോൾസനെയാണ് ഡ്യൂട്ടിക്കിടെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിട്ട തെളിവുകളിൽ ഈ നീതി ദേവത പ്രതിമയെ കുറിച്ചോ അതല്ലെങ്കിൽ ചെന്നായ മാസ്കിനെ കുറിച്ചോ എന്തെങ്കിലും സൂചനകൾ പബ്ലിക്കിൽ ലഭിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. മാത്രമല്ല, എക്സ്ക്യൂസ് മീ സർ, യെസ്, 14,000 പോലീസുകാരുള്ള ഈ സിറ്റിയിൽ പോലീസുകാർക്ക് കിട്ടാത്ത എന്ത് തെളിവാണ് സർ പബ്ലിക്കിന് കിട്ടാൻ പോകുന്നത്? ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഉടൻ തന്നെ ഒരു അഴിച്ചുപണി ആവശ്യമല്ലേ? പോലീസ് സേനയുടെ സംരക്ഷണത്തിനായി കേന്ദ്രസേന ഇറക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? Investigation is going on. We can't reveal more than this at this stage. Press meet is over. No more comments. Okay? Thank you. We'll update you. പോൾസിന്റെ വൈഫിന് ഡെലിവറി ആയിരുന്നു അടുത്ത മാസം. അവരോട് ഞാൻ ഇനി എന്ത് പറയും? മാം, ആസ് ഓഫ് നൗ ദർ ഇസ് നോ ന്യൂസ് ഓഫ് പോൾസൺ. എവിടെയോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ മാം, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കൊച്ചിയിലെ പോലീസ് ഫോഴ്സ് മുഴുവനും 24 മണിക്കൂറും വിശ്രമമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ള നമ്മളെല്ലാരും ഇപ്പോ മൂന്നാറിൽ ടൂറിലാണല്ലോ. ഇതിനൊരു തീരുമാനം ആകുന്നത് വരെ ഡ്യൂട്ടി ടൈം റിമെയിൻസ് ദ സെയിം. അതിലൊരു മാറ്റവും ഇല്ല സർ. किसी को आराम नहीं मिलेगा. इनका हेल वीक चल रहा होगा ये. पर ये है कि बाकी लोगों के लिए बहुत परेशानी तो हो रही होगी. 24 घंटे काम करना मजाक का काम नहीं है कुछ में. Come on, you bastard. अब ये What is बॉडी your कहाँ plan? डंप करेगा वो देखना है. ആര് വന്നിട്ടുണ്ടേ? മമ്മ നോക്കട്ടെ. താഴെ വീക്കേണ്ട കഴിക്കണം. ഫാത്തിമ. അതെ, ഒരു പാർസൽ ഉണ്ട്. Amazon. എന്ത് പാഴ്സല്? അറിയില്ല മാഡം, ഫ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു. ഫ്രിഡ്ജ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇവിടുത്തെ അഡ്രസ് അല്ലേ? അതെ, Amazon है वो. वही कह रहा हूँ, Amazon. ഹസ്ബൻഡ് ഓർഡർ ചെയ്താണെങ്കിലോ? ये तो फेक है. Amazon जैसा कुछ नहीं होता. ये मेरे को लग रहा है बॉडी है. അൻവരെ ആമസോണിൽ നിന്ന് ഫ്രിഡ്ജോ മറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫ്രിഡ്ജോ? और उसमें वो Amazon का ही लगा हुआ है स्टिकर. അവർക്ക് അഡ്രസ് വല്ലതും തെറ്റിപ്പോയി. नहीं, Amazon ही है. അഡ്രസ് ഒക്കെ ശരിയാണ്. दिख नहीं रहा था. സർപ്രൈസ് ആണോ? നിനക്കെന്ത് സർപ്രൈസ്? നിന്റെ ബർത്ത്ഡേ നമ്മുടെ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ നമ്മക്കാരുടെ സർപ്രൈസ് എന്നാണെങ്കിലും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. यार मेरे को डर लग रहा है. ഫാത്തിമ, ഫാത്തിമ, पता था.
ओह माय गॉड, इसका मतलब वो सीरियल किलर को ये भी पता है कि अनवर उनके साथ मिला हुआ है, तो वो अनवर को भी डरा रही है कि अब मैं तेरे को भी ऐसा पुलिस वाला ही ट्रीट करूंगी या करूंगा। आते रहे भाई वो आदमी। ഡാഡിയുടെ ഫ്രണ്ട് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ കേട്ടോ. അൻവർ, കില്ലേഴ്സ് കാര്യങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ്. We are really sorry about it, Fatima. और वो दोनों कौन थे? Amazon वाले। इनके घर पे तो होगा ना। സ്റ്റിക്കർ ഒട്ടിച്ച വെളുത്ത കളറുള്ള ഒരു വലിയ വാൻ ഫാത്തിമ റൈഡേഴ്സ് മാസ്ക് ധരിച്ച് രണ്ടുപേര് വാനിൽ വരുന്ന ലോജിക്ക് ഫാത്തിമ അപ്പം ആലോചിച്ചില്ല. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. Okay. Be with family, Anwar. Take some time. Relax, Fatima. നമ്മൾ 2 പോലീസുകാർ ഇവിടെ ഡ്യൂട്ടി കേട്ടിട്ടുണ്ട്. Everything will be all right. ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. സാറേ ഡിയർ ലിസ്റ്റ് എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞു. ശ്രീകാന്ത് സാർ ഓഫ് ഡ്യൂട്ടിയിലായിരുന്നു, പുറപ്പെട്ടിട്ടുണ്ട്. മാഡം അതുപോലെ അവർ വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഹൗസിംഗ് കോളനിയിലെ CCTV ക്യാമറ ഒക്കെ 2 ദിവസം മുന്നേക്കാണ്. ഈ കൊറിയർ വണ്ടി തന്നെയായിരിക്കും അവരുടെ സ്ഥിരം അതൊരു താൽക്കാലിക സെറ്റപ്പ് ആകാനേ സാധ്യതയുള്ളൂ. ഒരിക്കൽ ശ്രദ്ധിക്കപ്പെട്ട അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം. സത്യത്തിൽ നമ്മൾ അവരെയല്ല, അവര് നമ്മളെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. उन्हें सब पता है इनके बारे में। कुछ नहीं मिलने वाला। क्या कर रहे हैं? ये उससे निशान मिलते हैं। ओ मिल गया फिंगरप्रिंट। ये कैसे मिले? आज तक नहीं मिले भाई। ये भी मेरे को लगता है उसे जान के दिया होगा। यार फिर तो सब उसका ही प्लान चल रहा है। मैडम मेल वന്നിട്ടുണ്ട്. ഇത് ഷമീർ അബ്ദുള്ള. कोकेन शमीर പക്ഷെ ഇവൻ അടുത്താണല്ലോ. ഓ സ്കാരി ഡൂഡ്. ये तो जेल में ഡേഞ്ചർ ആട്ടമാണ് ശരിക്കും നോട്ടോറിയസ്. Let's locate him. യെസ് മാം. കൊക്കൈനും ബ്രൗൺ ഷുഗറും ഒക്കെ കേരളം മുഴുവൻ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോൾസെയിൽ ഏജന്റ് ആയിരുന്നു ഷമീർ. കുറച്ച് നാളോടെ വിചാരണ തടവുകാരനായിട്ടുണ്ടായിരുന്നു. ഇവർ നടത്തിയിരുന്ന ഒരു പാർട്ടി കഴിഞ്ഞ് വന്നൊരു പെൺകുട്ടി തല അറിഞ്ഞു പോയി. ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഇപ്പൊ കൊല്ലപ്പെട്ട പോൾസനാണ് ഇത് കണ്ടതും ഇത് കേസാക്കിയത്. ആ കേസുമായി ബന്ധപ്പെട്ട പോലീസുകാരെയൊക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുള്ളത്. ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞു. ഇവൻ ആളൊരു ഡേഞ്ചറാണ്. ചിലപ്പോൾ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. जेल में ही पर वो करवा रहा हो. പണ്ട് നീയൊക്കെ ആയിരുന്നല്ലോ അവന്റെ പിള്ളേര്. സാറേ ഷമീർക്ക് ജയിലിൽ പോയ പിന്നെ നമ്മെ സീനൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ ഈ കോളനി മുഴുവൻ കയറി തപ്പി അവനെങ്ങനെ എന്റെ കിട്ടിയ. സാറ് തപ്പിക്കോ സാറേ, ഞാൻ ആരും ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഷമീറിന്റെ പുതിയ കോൺടാക്ട് നമ്പർ അറിയോ? ഇല്ല, അറിയില്ല. ഷമീർ ഇവിടെ ലാസ്റ്റ് എപ്പോഴാണ് വന്നത്? കുറെ നാളെ ഇവിടെ വന്നിട്ട്. അവനും കൂടെ ഷെയറുള്ള വർക്ക്ഷോപ്പിൽ ഇത് കണക്കൊന്നും നോക്കാൻ വരാറില്ലേ? ഇല്ല, ഇവിടെ വരാറില്ല. താനെപ്പോഴാണ് അവസാനമായിട്ട് സംസാരിച്ചത്? 5-6 മാസമായി. അപ്പൊ ലാസ്റ്റ് എന്നാ വിളിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച. അല്ല മേഡം, വിളിച്ചിട്ടും കുറെ നാളായി. എന്തായാലും കോൺടാക്ട് കിട്ടിയ ഉടനെ സ്റ്റേഷനിൽ അറിയിക്കണം കേട്ടോ. ശരി. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ നിന്നൊക്കെ നമ്മുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫോട്ടോസ് ഒക്കെ ടാഗ്ഡ് ആണെങ്കിൽ നമ്മുടെ ചില പിക്ചേഴ്സ് ഒക്കെ അവിടെ തന്നെ കിടക്കും. ഇത് നോക്കിയേ, ഈ 3 ഫോട്ടോയിൽ ഈ പെൺകുട്ടിയാണ് കോമൺ. ഐ തിങ്ക് ദേ ഹാഡ് സംതിങ്, യു നോ. Who is she? വിക്കി മറിയ ആണ് പേര്. വീട് പ്രൊഫൈലൊന്നും. കാക്കനാട് ഒരു MNC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, ഫോമർ എംപ്ലോയി ആണ്. നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഞാൻ സെല്ലുലർ കമ്പനീസ് ഒക്കെ ഓൾറെഡി ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ സർവീസ് ഞാനൊക്കെ ഹാക്കിംഗ് അല്ലേ. Look at these numbers. 7 നമ്പറാണ് ഉൾക്കുള്ളത്. ഇതിൽ ആക്റ്റീവ് ആയ നമ്പർ മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവ് ബോംബെ. ഈ 3 ബിൽഡിംഗ്. വെയിറ്റ് നടക്കത്തെ ബിൽഡിംഗ് 201. നിനക്ക് ഉറപ്പാണ്? How do you know? നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ? मतलब ആണെങ്കിൽ ആ रूमी नो ऑर्डर बिरयानी खानी है उस जगह पे भाई ऑनलाइन ऑर्डर किया वो भी पता लग गया इसको बताओ कमाल का हैकर है ये Te legge l'alt di stato in chiamera?
I don't know why it's not legal in Kerala. Alcohol is? Yeah. Food വന്നു. Riya. Tell madam. വിക്കി 7 സിം കാർഡാണ് നിന്റെ പേരിലുള്ളത്. അതിൽ ഈ നമ്പർ ഇപ്പൊ ആരാണ് ഉപയോഗിക്കുന്നത്? നീ ഇത് ആർക്കാണ് കൊടുത്തേന്ന്? ഇവൻ പ്രീതി, why are we wasting time? നമ്മുടെ ലോക്കൽ പത്രക്കാരെയൊക്കെ വിടി. We are arresting them on narcotic charges. സ്റ്റേഷനിലെത്തിയ ഇവിടെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. डरा रहे हैं. എണീക്കാൻ बोलेगी अभी. बोलो. ഷെമി റിലീസ് ആയതിനു ശേഷം എന്നെ കാണുന്നുണ്ടായിരുന്നു. ठीक है. ഞാനാണ് ഫോണ് സിം ഒക്കെ കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഒരു മാസമായിട്ട് വിവരമില്ല. अरे ये वही करवा रहे थे. മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. मेरे को कुछ सच नहीं लग रहा. मैम विक्की ഷമീറിന് കൊടുത്ത നമ്പറിന്റെ ലൊക്കേഷൻ ദേ ഈ ബിൽഡിംഗ് ആണ്. ഇത് ചമ്പക്കര ഫിഷിംഗ് ഏരിയ ആണല്ലോ. चलो अब भी भागो. ओ भाई मैडम ने किसी को बोला भी नहीं. मैं ही जाऊंगी. खुद ही गई. Come on, come on. कितना अलर्ट रखना पड़ता है ब्रेन को. इनके सेटअप को भी वो हैक कर रहा है. अरे रे. कोई लाल लाल तो है. shit അവരെ ഹാക്ക് പിന്നെ ഹാക്ക് ചെയ്തു. बोले. वही आवाज. वही म्यूजिक. हाँ. ओ इनको वीडियो दिखा रहा है वो क्लियरली. अब्राहम घोष. यहीं से आवाज आ रही है. वो तो पूरा वो कैमरा लगा के रिकॉर्ड करता है. दिखा रहा है वो. Shit, I can't watch this, man. कैसे देख रहे हैं अनवर साहब. ओए ये कौन है इतनी मरी हालत में. क्या है ये सब. फोन चार्जिंग में रख के मरा है. മാഡം, ഇവൻ ചത്തിട്ട് കുറച്ച് നാളായി. थोड़े दिनों से मर चुका है ये. ഐ തിങ്ക് ഇറ്റ്സ് എ ഡീകോയ്. ഷമീറിന്റെ ഫിംഗർ പ്രിന്റ്സ് വെച്ച് നമ്മളെ മണ്ടന്മാരാക്കാനുള്ള കളി. വിഷമുള്ളിൽ ചെന്ന് മരിച്ച അയാളുടെ ശരീരം മമ്മിഫൈഡ് അവസ്ഥയിലായിരുന്നു. അയാളും ഈ കേസുമായുള്ള ബന്ധം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പോലീസുകാരും ഇപ്പോൾ കൊക്കിൻ ഷമീർ എന്ന ക്രിമിനലും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പോലീസ് ഡ്രൈവറായ പോൾസൺ അന്വേഷണ ഉദ്യോഗസ്ഥയായ താങ്കളുടെ കൺമുൻപിൽ നിന്നാണ് കാണാതായിരിക്കുന്നത്. എഫിഷ്യന്റ് ആയ ഓഫീസേഴ്സിന്റെ കുറവാണോ ഈ കേസിന്റെ തുടക്കം മുതലേ കാണുന്നത്? മൈൻഡ് യുവർ വേർഡ്സ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടുത്തെ പോലീസുകാരുടെ ഡ്യൂട്ടി ടൈം 24 hours ആണ്. നിങ്ങൾ മീഡിയക്കാരാണ് അനാവശ്യമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പാനിക് സൃഷ്ടിക്കുന്നത്. ആ ഇൻഎഫിഷ്യൻസിക്ക് നിങ്ങൾ ഉത്തരം പറ, എന്നിട്ട് പോലീസിന്റെ നെഞ്ചത്ത് കയറും. ഞാൻ ഇവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക സാർ. ഈ ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് നമ്മുടെ പോലീസ് CCTV ഫുട്ടേജ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു കോമൺ വണ്ടി നമുക്ക് എന്തായാലും തടയും. പക്ഷേ പ്രതികൾ ഓരോ തവണയും വണ്ടികൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിലോ? നമുക്ക് ഇത്രയും ക്യാമറാസും ഫെസിലിറ്റീസും ചെക്കിംഗ് ഒക്കെ ഉള്ളതല്ലേ.
ഇവന്മാർ ഇതിന്റെ ഇടയിൽ കൂടെ ഇത് എങ്ങനെ ചാടിയെന്ന് നമുക്ക് അറിയണ്ടേ. കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ഹാക്കർ എന്നുള്ളതിന്റെ ഓവർ കോൺഫിഡൻസ് മാറി കിട്ടിയില്ലേ? This is just temporary, sir. ഞാൻ വന്നിട്ട് പണി സാറൊന്നും വയ്ക്കും. You should do it, right? Come on, sir. ओए इनके अंदर तो नहीं है कुछ. माइक लगा होगा मेरे को लग रहा है. मेरे को स्टार्टिंग में लगा था कुछ कैमरा जैसा कुछ लगा होगा इसके अंदर. कुछ लिखा हुआ है. Andrew? Yes, sir. Look at this. SC. Okay. S. കേരള പോലീസ്. നീരാവിൽ നിറമാർന്ന ലോഹമിശ്രിതം അത് ചെമ്പായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. तो इससे क्या फर्क पड़ता है? इसके अंदर कुछ है लगता है. Yes, D. SD. ഫാത്തിമ പറഞ്ഞ ഡാവിഞ്ചി കോഡ്. ഓ അതെ, മാഡം എത്തി. മാഡം, SD എന്ന സിഗ്നേച്ചർ വെച്ച് നമുക്ക് അറിയാവുന്ന 2-3 ശില്പികളോട് അന്വേഷിച്ച് ആളെ ട്രേസ് ചെയ്തിട്ടുണ്ട്. സുധാകർ ദേവലോകം എന്നാണ് അയാളുടെ പേര്. വടക്കഞ്ചേരി കുറച്ച് ഉള്ളിലായിട്ടാണ് വീട്. സുധാകർ. ആൻഡ് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാരെ വീടിന് പുറത്ത് നിർത്തിയിട്ടുണ്ട് മാഡം. സുധാകരൻ ദേവലോകത്തിന്റെ നാളത്തെ കണി നമ്മളായിക്കോട്ടെ. come on, let's roll. चलो चलो. पकड़ो भाई. फाइनली कुछ लीड मिला. Oh my God. सुधाकर को यहाँ पे पहले देखना होगा बिकॉज वो कहीं ना कहीं शायद एक लीड हो सकता है. क्या पता वो खुद ऐसा हो या फिर वो लीड हो सकता है कि भाई ये मूर्तियाँ उससे खरीद के कौन जा रहा है, कौन लेके जा रहा है. बट अभी ऐसा है कि वो बहुत ही ज़्यादा शार्प माइंड है और ऐसा लग रहा है कि वो इनको बस खिला रहा है जहाँ उसका मन कर रहा है. उन्होंने इसको शमीर के पीछे लगा दिया और शमीर के पीछे जाके इसको पता चला शमीर तो वो तो ऐसा ही है, कुछ था ही नहीं. और उसी टाइम पे उनको लाइव वीडियो दिखा रहा है, देख मैंने कैसे मारा था. हर चीज़ वो अपनी सेटिस्फेक्शन के लिए यूज़ कर रहा है और इनको बिल्कुल वो फील करवा रहा है कि भाई तुम कुछ भी नहीं हो मेरे सामने. बिल्कुल पपेट्स वाली फीलिंग आ रही होगी इनको और ऐसा लग रहा होगा कि यार सच में ये कौन सा गेम चल रहा है. बिकॉज पीस बाय पीस जो इन्फॉर्मेशन वो लोग कलेक्ट कर रहे हैं उसका कोई मीनिंग नहीं निकल रहा है. कुछ हद तक वो लोग पहुंच ही नहीं पा रहा है. मतलब अब तो इंटरवल आ गया, अब तक कुछ समझ में नहीं आ रहा है कि वो चाहता क्या है, वो और क्यों करता है वो. तो वही चीज़ है, अब देखना होगा क्या होता है. तो आप लोग कैसे लगा कमेंट सेक्शन में जरूर बताएगा. तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए. बाय.